നമസ്കാരം സാർ. നമസ്കാരം. പിണറായി 3.0 PR വർക്ക് ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തിൽ പൊതുവെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഭരണത്തിലിരിക്കുന്ന ആൾക്കാർ ഭരണത്തിൽ ഭരണസമയത്ത് എന്ത് വികസനങ്ങളാണ് കൊണ്ടുവന്നത്, ഇതിനെ പറ്റിയിട്ടൊരു വിശദമായ രേഖ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ പിണറായി 3.0 രണ്ട് ഈ തുടർഭരണ കാലഘട്ടത്തിലെ മുഴുവൻ വികസനങ്ങളും കൂടെയാണ് മുന്നോട്ട് വെക്കുന്നത്. അതിനകത്തിൽ ഈ പറയുന്ന തുറമുഖം ഉൾപ്പെടെയുള്ള വിഷയങ്ങളായിരിക്കും എടുത്തു കാണിക്കാൻ പോകുന്നത്. ലൈഫ് മിഷൻ പദ്ധതി, അതോടൊപ്പം തന്നെ ഇവിടെ വന്നിട്ടുള്ള പുതിയ ഒരുപാട് പദ്ധതികളെ പറ്റിയിട്ട് ഇതെല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഓപ്പോസിറ്റ് വേർഷൻ ഇല്ലേ, ഒരു മറുപുറമില്ലേ, ഇതിനകത്ത് എത്ര മുടക്കി അല്ലെങ്കിൽ എത്രയാണ് ചിലവായത്, ഇതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടായി, ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ലല്ലോ. അതെന്തുകൊണ്ടായിരിക്കും? അതിവിടെ നമ്മുടെ പ്രധാന ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രതിപക്ഷം അത്ര ഒരു എന്താ പറയുക, വളരെ ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഈ ഒരു വിഷയത്തെ സമീപിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ കേരളത്തിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വികസനത്തെ കുറിച്ചിട്ടൊരു വികലമായ ധാരണയുള്ളത്. കേരളം ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പം നമ്മളൊരു സംസ്ഥാനത്തിന്റെ വികസനത്തിനെ നേരിടുന്നതിന്റെ കേന്ദ്ര ബിന്ദു എന്താണെന്നുള്ള ആദ്യം ആലോചിക്കണം. ഇവിടുത്തെ ജനങ്ങൾ തന്നെയല്ലേ. അപ്പൊ ജനങ്ങളെ നേരിടുന്ന മുഖ്യ വിഷയങ്ങൾ എന്താണ്? വിലക്കയറ്റം പ്രധാന വിഷയമാണ്. പിന്നെ ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പല കാരണങ്ങൾ കൊണ്ട് തുടർന്ന് വന്ന സർക്കാരുകളുടെയും വിദേശ രാജ്യങ്ങളുടെ തന്ത്രങ്ങളുടെയൊക്കെ ഫലമായിട്ട് നമ്മൾ നേരിടുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 20-25 വയസ്സ് കഴിഞ്ഞാൽ മിക്കവാറും മലയാളികളെല്ലാം ഏതെങ്കിലും ഗുളികൾ വാങ്ങിച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാരോഗ്യ അവസ്ഥയാണ് ഈ കാണിക്കുന്നത്. പിന്നീട് ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട്. അതും നമ്മുടെ വ്യാപകമായ രീതിയിൽ കിഡ്നി പ്രശ്നങ്ങൾ വരുന്നുണ്ട്, മറ്റേ ജീവിതശൈലി രോഗങ്ങൾ വരുന്നുണ്ട്, ക്യാൻസർ, ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനികളും ഇല്ലാത്ത സമയമില്ല. പക്ഷെ ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ ഒരു അവസ്ഥ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ചെറിയ ഹോസ്പിറ്റലുകൾക്ക് നിലനിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് ഇടത്തരം ഹോസ്പിറ്റലുകൾക്ക്. കാരണം ഇടത്തരം ഹോസ്പിറ്റലുകൾക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ മത്സരിക്കുന്നത് പഞ്ചനക്ഷത്ര സപ്തനക്ഷത്ര ആശുപത്രികളുമായിട്ടാണ്. അപ്പം എല്ലാം ഉപകരണ അധിഷ്ഠിതമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങളാണ്. അപ്പോൾ ആ ഒരു ചികിത്സാ സമ്പ്രദായത്തിലേക്ക് നമ്മുടെ ആധുനിക മോഡേൺ മെഡിസിൻ മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിലാണ് ഡോക്ടർമാരും പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇടത്തരം ഒരു ഹോസ്പിറ്റൽ, പണ്ടൊരു MBBS പാസ്സായിട്ട് ഒരു ഡോക്ടർക്ക് ഒരു ചെറിയൊരു വീട് വാടകയ്ക്ക് എടുത്തിരുന്ന ബോർഡും വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ആൾക്കാരുടെ അത്യാവശ്യം രോഗങ്ങളൊക്കെ ചികിത്സിക്കുകയും ഭേദമാക്കുകയും ആ പ്രദേശത്തുള്ള നാട്ടുകാരുടെ ഒരു വരുമാനത്തിന്റെ അവസ്ഥയ്ക്കനുസരിച്ച് താങ്ങാവുന്നതുമായിരുന്നു ചികിത്സ എന്ന് പറയുന്നത്. ഇപ്പൊ അത്തരം ഹോസ്പിറ്റൽസ് എങ്ങും കാണാനില്ല. അതിന്റെ കാരണം അടച്ചുപൂട്ടിപ്പോയിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു എല്ലാം ഈ എക്യുപ്മെന്റ് ബേസ്ഡ് ട്രീറ്റ്മെന്റിലേക്ക് മാറി. അതെല്ലാം കോസ്റ്റ്ലിയാണ്. ഇപ്പോൾ ഒരു ആശുപത്രിയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു സാധാരണ രോഗി കയറി കഴിഞ്ഞാൽ അവന്റെ കുടുംബം മിക്കാതെ രക്ഷയില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു മെഡിക്കൽ കോളേജിന്റെ കട്ടില് പൊട്ടിയിരിക്കുന്ന ഒരു ദൃശ്യം പുറത്തേക്ക് വന്നത്. ഇതാണ് നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ എന്ന രീതിയിൽ. അപ്പൊ ഇവിടെ സാധാരണ ജനങ്ങൾക്ക്, സാധാരണ വെറും പാവപ്പെട്ടവരല്ല, ഇടത്തരക്കാർക്ക് പോലും ഒരു ആശുപത്രിയിൽ ഒരു സ്വകാര്യ ചികിത്സ നല്ലത് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു. അവിടെ കയറാൻ വയ്യാത്ത അവസ്ഥ വന്നു. അല്ല സാറ്, നമ്മൾ പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ ആ ഒരു പോരായ്മയെ പറ്റി പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല? ചർച്ച ചെയ്യേണ്ട കുറെ അധികം വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആരോഗ്യ മേഖലയിലെ പിഴവുകൾ, അതേപോലെ തന്നെ ഈ വിലക്കയറ്റത്തിനോടൊപ്പം തന്നെ ഇന്ന് ഞാൻ കണ്ടതായ ഒരു കാര്യമായിരുന്നു കൊച്ചിയിലെ വായുമലിനീകരണം. അങ്ങനത്തെ കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭരണപ്പിഴവ്, ഇപ്പോ ശബരിമല കൊള്ള എന്ന് പറയുന്നത് ഇത് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം വരുന്നതിന് മുൻപ് കത്തി നിന്നൊരു കാര്യമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു വിശ്വാസ സംരക്ഷണ പ്രകാരം അത്തരം ഒരു വിഷയം ഇവിടെ വരുന്ന സമയത്ത് ഭരണകൂടം ഒരു കുടുക്കിലാക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എല്ലാം അങ്ങ് നോർമലൈസ്ഡ് ആയി, അല്ലെങ്കിൽ ഒരു വാർത്തയിലേക്ക് എല്ലാവരും ഒതുങ്ങി പോകുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യവും ചർച്ച ചെയ്യപ്പെടാത്ത പോലെ തോന്നുന്നു. അതിന്റെ കാരണം ഇവിടുത്തെ മാധ്യമ പ്രവർത്തനമാണ്. മാധ്യമങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്, വിശേഷിച്ചും മുഖ്യധാരാ മാധ്യമങ്ങൾ. പക്ഷെ ആ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് എന്താണ് മാധ്യമ പ്രവർത്തനം എങ്ങനെ നടത്തണം എന്നുള്ളതിന്റെ ഒരു പിടിപ്പുകേട് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടുവന്ന വിഷയം,
ഇപ്പൊ ഒരു സാധാരണ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഇടത്തര കുടുംബക്കാരന് ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ അവർ ആശ്രയിക്കുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുമാണ്. വരുന്ന രോഗങ്ങളും മുന്തിയ രോഗങ്ങളാണ്. ഇപ്പൊ തന്നെ വേണു എന്ന് പറയുന്ന ഒരു ചവറ സ്വദേശി തറയിൽ കിടന്ന് മരിച്ചു അല്ലേ. അയാൾ മരിക്കുന്നതിന് മുമ്പ് മെസ്സേജ് അയാളുടെ സുഹൃത്തുക്കൾ കിട്ടു, ഞാൻ മരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആശുപത്രിയിലെ ഡോക്ടർമാരാണ് കാരണക്കാരെന്ന് അല്ലേ. അയാൾ മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരം അവസ്ഥകൾ നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുകയാണ്. ഇത് ഗുരുതരമായ ഒരു അവസ്ഥയാണ്, എല്ലാ മനുഷ്യനെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ അത് ആരോഗ്യ മേഖലയിലുള്ള ഇപ്പൊ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അദ്ദേഹത്തിന്റെ തുറന്ന പരസ്യമായ വെളിപ്പെടുത്തലുകളും ഒക്കെ സൂചിപ്പിക്കുന്നത് ഈ അദ്ദേഹത്തിന്റെ അവിടെ വന്നൊരു രോഗിക്ക് ഓപ്പറേഷൻ നടത്താൻ അടിയന്തരമായിട്ട് ഓപ്പറേഷൻ വേണം, പക്ഷെ അത് ചെയ്യാനുള്ള സംവിധാനമില്ല അല്ലേ. അപ്പൊ ഈ ഒരു സാഹചര്യം നമ്മുടെ ആരോഗ്യ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. അപ്പോ അതോടൊപ്പം തന്നെ ഈ രോഗങ്ങൾ എന്തുകൊണ്ട് വരുന്നു ആ വിഷയം അഡ്രസ് ചെയ്യുന്നില്ല അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ അഡ്രസ് ചെയ്യുമ്പോഴാണ് ഒരു സമൂഹത്തിന്റെ വികസനം എന്തായിരിക്കണം, പിന്നെ അതിന്റെ പ്രയോറിറ്റീസ് എന്തായിരിക്കണം എന്നൊക്കെ നിശ്ചയിക്കപ്പെടുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സർക്കാർ സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇപ്പൊ തന്നെ ഈ PM ശ്രീ എന്ന് പറഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന സംഗതിയാണ്. അപ്പൊ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇന്ത്യയിലെ എല്ലായിടത്തും മറ്റു സ്ഥലങ്ങളിലൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ ഗവൺമെന്റും നടപ്പിലാക്കുന്നില്ല, മറ്റു പല കോൺഗ്രസ് സർക്കാരുകൾ ഉൾപ്പെടെ നടപ്പിലാക്കുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് ഇപ്പൊ CPM ഗവൺമെന്റ് പാഠ്യപദ്ധതി ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ താല്പര്യങ്ങൾ കുറച്ച് അതിനകത്ത് ചേർക്കും. ഏത് ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയം കുറച്ച് പാഠ്യപദ്ധതികളൊക്കെ ചേർക്കും. പക്ഷെ അതിന്റെ അർത്ഥം ഇത് മുഴുവൻ അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നുള്ളതല്ല. വളരെ ആധുനികമായിട്ടുള്ള മാറുന്ന കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു വലിയൊരു പദ്ധതിയാണ് NEP എന്ന് പറയുന്നത്. ഇന്ത്യയെ മുഴുവൻ മാറ്റിമറിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സംഗതിയാണ്. അതിപ്പോ കേരളത്തില് അനിശ്ചിതാവസ്ഥയിലായി. അപ്പം സർക്കാർ അതേസമയത്ത് CBSE പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ട്, സാമ്പത്തിക ശേഷിയുള്ളവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. ഈ പറയുന്ന നേതാക്കന്മാരുടെ എല്ലാ മക്കൾ ഇതിലേക്ക് എക്സ്പോസ്ഡ് ആവുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ മക്കളും ഈ പറഞ്ഞതുപോലെ മറ്റേ എയ്ഡഡ് സ്കൂളുകളിലും മറ്റ് സ്കൂളുകളിലും പോയിട്ട് ഇത് പഠിക്കുന്നുണ്ട്. അപ്പൊ സാധാരണ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നിഷേധിക്കപ്പെടുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ കേരളത്തെ ബാധിക്കുന്നതൊക്കെ അതിന്റെ വേണ്ട രീതിയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പരാജയം തന്നെയാണ്. ശരിക്കും ഈ പറയുന്ന പിണറായി 2.0 വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു ഭരണ പിഴവുകൾ തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു രണ്ടാം പിണറായി സർക്കാർ വരാൻ അല്ലെങ്കിൽ വന്ന ഒരു സാഹചര്യം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ അന്നിവിടെ ആരോഗ്യ ദുരന്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് സർക്കാർ സ്വീകരിച്ച നിലപാടുകളും പിന്നെ കിറ്റ് നേടി വോട്ട് മേടിച്ച അങ്ങനെ ഒരു ആരോപണം കൂടി സർക്കാരിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ് പെൻഷൻ തുക വർദ്ധിപ്പിച്ചു, അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതിന്റെ അപ്പുറത്തേക്കും ഞാൻ ഈ പ്രതീക്ഷിച്ചൊരു കാര്യമായിരുന്നു, തദ്ദേശ സമയത്ത് ചർച്ച ചെയ്യുമെന്ന് വിചാരിച്ചതാണ്. ഈ ഇലക്ഷൻ വരുന്നതിന് മുൻപ് PSC ഉദ്യോഗാർത്ഥികൾ മുട്ടിലെഴിയുന്ന ഒരു അവസ്ഥയൊക്കെ ഈ ഒരു 5 വർഷത്തിന്റെ അകത്താണ് നമ്മൾ കണ്ടത്. ആശാ വർക്കർമാരുടെ സമരം, പിന്നെ ഈ പറയുന്ന വിദ്യാലയങ്ങളിലുള്ള ഭക്ഷ്യത്തൊഴിലാളികൾക്ക് ഈ പറയുന്ന ശമ്പളം കൊടുക്കുന്നില്ല എന്നും പറഞ്ഞ് അവർ സർക്കാരിനെതിരെ പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറയുന്ന പിണറായി സർക്കാരിന്റെ രണ്ടാം വരവിന് ശേഷം ഉണ്ടായതായിരുന്നു. പക്ഷെ ഈ പറയുന്ന തദ്ദേശത്തിൽ ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഈ തദ്ദേശം അതാണ് ഇതിന്റെ പ്രശ്നം. ഇതൊരു നമ്മുടെ കേരളത്തിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത്. കാര്യം ഇതൊക്കെ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി കൂടെ തന്നെയാണ് ഈ പെൺവിഷയം ഒരു പക്ഷെ ഇതൊക്കെ കൃത്യമായി ചർച്ച ചെയ്തിരുന്നെങ്കിൽ പിണറായി സർക്കാരിന്റെ ഒരു 3.0 വരാൻ കുറച്ചധികം ഒരു വീർക്കില്ലായിരുന്നു. 3.0 വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങള് പൊതുവികാരം കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം പുറമേയൊക്കെ പൊതുചടങ്ങളിൽ പോകുമ്പോഴും കല്യാണം മറ്റങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകുമ്പോഴൊക്കെയുള്ള ചർച്ചയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് അങ്ങേയറ്റം ഈ പറഞ്ഞ ഒരു മടുപ്പ് വന്നിട്ടുണ്ട്, ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആ മാറ്റം സാധ്യമാകാനുള്ള സാധ്യതകൾ വളരെ വിരളമായിട്ടാണ് കാണുന്നത്. കാരണം അത് വളരെ മനോഹരമായിട്ട് CPM അത് മാനേജ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കംപ്ലീറ്റ് മറന്നുപോയ ഒരവസ്ഥയിലേക്ക് വന്നു. സാധാരണ ജനങ്ങളും എന്തിനു പറയുന്ന പ്രചാരണ രംഗം പോലും ഇപ്പൊ ഇവിടെയൊക്കെ ഒരു മുഖ്യമന്ത്രിയൊക്കെ ഇതിന്റെ സാന്നിധ്യമൊക്കെ ഇപ്പോഴൊക്കെയാണ് നമ്മൾ അറിയുന്ന സാധനം. ഒരു സംസ്ഥാന തല നേതാക്കൾ പോലും
ഓരോ പ്രദേശത്ത് ഒന്ന് പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യമോ ഒന്നും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഇന്നിപ്പോ എത്ര 6-ാം തീയതി അല്ലേ? 6 ഇപ്പൊ ഇനി 2 ദിവസം കൂടെ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോഴും ഈ തദ്ദേശ സ്വയംഭരണം ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഇപ്പൊ നമ്മൾ പുറത്തേക്ക് നമ്മൾ നടന്നു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഈ ചൂടൊന്നുമില്ല, പോസ്റ്ററുകളൊക്കെ വളരെ വിരളമാണ്. അല്ല, ചില മണ്ഡലത്തിലൊക്കെ ഈ ജയിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ചില പാർട്ടികളുടെ മുന്നണികളുടെ, അത് ഇടതു മുന്നണിയുടെ ഉണ്ട്, പിന്നെ UDFന്റെ ഉണ്ട്. ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ള മണ്ഡലങ്ങളിൽ കാശധികം ചെലവാക്കിയിട്ടില്ല, വലിയ പോസ്റ്റർ ഇറക്കിയിട്ടില്ല. അപ്പൊ ഏതാണെന്ന് നമ്മൾ പറയുന്നില്ല. എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു സംഗതി ആയതുകൊണ്ട് ഞാൻ പറയുന്ന സംഗതിയാണ്. ഒരു മണ്ഡലത്തില് CPMന്റെ ഒരു സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയില്ല, കാരണം UDFന്റെ സ്ഥാനാർത്ഥി വളരെയധികം മുമ്പോട്ട് പോവുകയും ചെയ്തു. അയാൾ ജയിച്ചേക്കും എന്നുള്ള സംഗതി അവർ LDF പ്രവർത്തകർ സമ്മതിക്കുകയും ചെയ്യുന്നു. അപ്പൊ ആ ഒരു മണ്ഡലത്തിൽ പേരിന് മാത്രമാണ് കുറച്ച് പോസ്റ്റർ അവിടെ ഇവിടെയൊക്കെ അടിച്ചൊട്ടിച്ച് ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു തണുത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ രംഗം മാറിക്കഴിഞ്ഞു. മാത്രമല്ല, വളരെയധികം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട, ഏറ്റവും കൂലങ്കഷമായി ചർച്ച ചെയ്യേണ്ടിരുന്നൊരു അവസരമായിരുന്നു ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്. അതൊന്നും തന്നെ ചർച്ച ചെയ്യാതെ പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം.